ഹലോ ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് റിസർച്ച് ആണ്. പർപ്പസ് ഓഫ് റിസർച്ചിൻ്റെ ബേസിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത് എന്നതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കണ്ടത്. ഇനി പ്രോസസ്സ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത് എന്നതിൻ്റെ ബേസിൽ റിസർച്ചിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പഠിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് പ്രോസസ്, റിസർച്ച് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്വാണ്ടിറ്റീസ് വെച്ച് പഠിക്കുന്നതാണ്. ഒരു സാധനത്തെ നമ്മൾ നമ്പറിൻ്റെ ഫോർമാറ്റിലേക്ക് ആക്കി പഠിക്കുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ക്വാളിറ്റീസാണ്, നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റീസ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലും ക്വാളിറ്റേറ്റീവ് റിസർച്ചിലും സബ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ്ലി നമുക്ക് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. This research is based on the measurement of quantity or amount. ഫസ്റ്റ്ലി പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി, എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ച് SPSS ഒക്കെ ഉപയോഗിച്ചാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ്. ദ റിസൾട്ട്സ് ഓഫ് സച്ച് റിസർച്ച് ആർ സബ്ജക്റ്റ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ റിസൾട്ട്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ഡിഡക്റ്റീവ് അപ്രോച്ച്. ഡിഡക്റ്റീവ് അപ്രോച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് തുടങ്ങാതെ പണ്ടുള്ള തിയറീനെ ബേസ് ചെയ്തിട്ട്, പണ്ടുള്ള തിയറിയിൽ നിന്നും ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് അതിൽ നിന്നും ക്വസ്റ്റിനെയർ ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ നടത്തുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതുകൊണ്ടാണ് അതിനെ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. പണ്ടുള്ള തിയറികളിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് ഐഡിയ അല്ലെങ്കിൽ റിസർച്ച് ഐഡിയ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഡേറ്റ കളക്ഷൻ മെത്തേഡ് മെയിൻലി ക്വസ്റ്റിനെയറും സർവേ മെത്തേഡും ഒക്കെയാണ്. ഡേറ്റ അനാലിസിസ് മെത്തേഡ് കോറിലേഷൻ, റിഗ്രഷൻ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എക്സെട്ര ഒക്കെയാണ്. ഇനി സ്റ്റെപ്സ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നോക്കാം. ഫസ്റ്റ്ലി തന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം. ഒരു പർട്ടിക്കുലർ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. റിസർച്ച് പ്രോബ്ലം റിസർച്ചിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ റിസർച്ച് പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. സെക്കൻഡ്, ഇൻവെസ്റ്റിഗേറ്റ് പ്രീവിയസ് ലിറ്ററേച്ചർ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ കേസിൽ എപ്പോഴും പ്രീവിയസ് ലിറ്ററേച്ചർ അവൈലബിൾ ആയിരിക്കും. സോ അത് നമ്മൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ്, ഫോർമുലേറ്റ് ഹൈപ്പോത്തിസിസ്. നമ്മുടെ റിവ്യൂസിൻ്റെ ഒക്കെ ബേസിൽ നമ്മുടെ സ്റ്റഡിക്ക് ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ഡെവലപ്പ് ക്വസ്റ്റിനെയർ ആൻഡ് കളക്ട് ഡേറ്റ. നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റിനെയർ ഫോർമുലേറ്റ് ചെയ്യുക. ആ ക്വസ്റ്റിനെയർ വെച്ച് ഡേറ്റ കളക്ട് ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഡേറ്റ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. കോറിലേഷൻ, മീൻ, മീഡിയൻ, അല്ലെങ്കിൽ T ടെസ്റ്റ്, F ടെസ്റ്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റ അനലൈസ് ചെയ്യുകയും ഇൻ്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. സിക്സ്തായിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കൺക്ലൂഷൻ ഡ്രോ ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പഴയ ലിറ്ററേച്ചർ നോക്കി ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്ത് ക്വസ്റ്റിനെയർ ഡെവലപ്പ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് കൺക്ലൂഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സ്റ്റെപ്പ്. ഒരു യൂഷ്വൽ ഡിഗ്രി PG പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ചുകളെല്ലാം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ടൈപ്സ് നോക്കാം. 4 ടൈപ്സ് ആണുള്ളത്. ഡിസ്ക്രിപ്റ്റീവ്, കോറിലേഷണൽ, എക്സ്പെരിമെൻ്റൽ, ക്വാസി എക്സ്പെരിമെൻ്റൽ. ഫസ്റ്റ്ലി ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് തിയറി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ഫിനോമിനൻ, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു ഇവൻറ്റ്, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ച് ഡിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയും. നെക്സ്റ്റാണ് കോറിലേഷണൽ റിസർച്ച്. റിസർച്ച് വിച്ച് അനലൈസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. 2 അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻ നോക്കുന്നത്. എന്ത് റിലേഷനാണ്, പോസിറ്റീവ് റിലേഷനാണോ, നെഗറ്റീവ് റിലേഷനാണോ, നോ റിലേഷനാണോ, ആ ഒരു റിലേഷൻ നോക്കുന്ന റിസർച്ചാണ് കോറിലേഷണൽ റിസർച്ച്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കോറിലേഷണൽ അനാലിസിസ് ആണ്.
എക്സാമ്പിൾ റിലേഷൻ ഓഫ് സാലറി ഓൺ ടേൺ ഓവർ ഇൻറ്റൻഷൻ ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് ആണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. കോറിലേഷണൽ റിസർച്ചിൽ നമ്മൾ ജസ്റ്റ് റിലേഷൻ നോക്കുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോസിറ്റീവായിട്ടുള്ള റിലേഷൻ ഉണ്ടോ നെഗറ്റീവായിട്ടുള്ള റിലേഷൻ ഉണ്ടോ എന്ന്. എക്സ്പെരിമെൻ്റൽ റിസർച്ചിലോട്ട് വരുമ്പോഴത്തേക്കും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ഇതിന് കാരണമാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ എഫക്റ്റ് എന്താണ്, അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പഠിക്കുന്നതാണ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ട്രൂ എക്സ്പെരിമെൻറ്റ് ഈസ് ഓഫൺ തോട്ട് ഓഫ് ആസ് എ ലബോറട്ടറി സ്റ്റഡി, ബട്ട് ദിസ് ഈസ് നോട്ട് ഓൾവേസ് ദ കേസ്. കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ റിസർച്ചുകൾ യൂഷ്വലി ലാബിലാണ് നടക്കുന്നത്. എന്നാൽ റിയൽ ആയിട്ടുള്ള ഇവൻറ്റ്സിലും നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ച് നടത്താറുണ്ട്. ഹിയർ റിസർച്ചർ അനലൈസ് ദ കോസ് ആൻഡ് എഫക്റ്റ് ബൈ മാനിപ്പുലേറ്റിംഗ് ദ വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്ത് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുകയാണിവിടെ. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഫെർട്ടിലൈസർ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്തു. ആ ഫെർട്ടിലൈസർ എങ്ങനെ ഒരു ക്രോപ്പിൻ്റെ ഈൽഡ് നിശ്ചയിക്കുന്നു, ആ ഒരു ക്രോപ്പിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തു, ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് സെലക്ട് ചെയ്തു. ആ കൃഷിസ്ഥലത്തിനെ നമ്മൾ 5 or 6 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പം ആ കൃഷിസ്ഥലത്തിൻ്റെ 6 പീസായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 പീസിലും സെയിം എമൗണ്ട് ഓഫ് സൺലൈറ്റും സെയിം ഫെർട്ടിലിറ്റിയും സെയിം എമൗണ്ട് ഓഫ് റെയിൻഫാളും ഒക്കെ കിട്ടുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലത്ത് കുറച്ച് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസർ ഇട്ട് നോക്കി, കുറച്ച് സ്ഥലത്ത് അധികമായിട്ട് ഫെർട്ടിലൈസർ ഇട്ട് നോക്കി, കുറച്ച് സ്ഥലത്ത് ഫെർട്ടിലൈസറേ ഇടാതെ നോക്കി. ഓക്കെ, അപ്പം ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ഒരു ഫീൽഡിൽ തന്നെ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് ഔട്ട്പുട്ട് കൂടുതലെന്ന് നോക്കും. ഇപ്പം കൂടുതലായിട്ട് ഫെർട്ടിലൈസർ യൂസ് ചെയ്തോടത്താണ് ഔട്ട്പുട്ട് കൂടുതലെങ്കിൽ നല്ല രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാവും. ഇനി കുറഞ്ഞ രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്തോടത്താണെങ്കിലോ ചെറിയ രീതിയിൽ ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ തന്നെ ഔട്ട്പുട്ട് കൂടുമെന്ന് മനസ്സിലാവും. സോ ഫെർട്ടിലൈസർ എങ്ങനെ ഔട്ട്പുട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഫെർട്ടിലൈസർ ഔട്ട്പുട്ടിൻ്റെ ഇൻക്രീസിന് കാരണമാകുന്നുണ്ടോ എന്ന് നമ്മൾ അഗ്രികൾച്ചറൽ ലാൻഡിൽ നടത്തിയ പഠനമെന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ്. അവിടെ നമ്മൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു നാച്ചുറൽ സെറ്റിംഗ് അല്ല. കാരണം ചിലയിടത്ത് നമ്മൾ ബോധപൂർവം തന്നെ ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്തു, ചിലയിടത്ത് ഇട്ട് കൊടുത്തില്ല. അങ്ങനെ നമ്മൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, നാച്ചുറലായി ഒബ്സർവ് ചെയ്യുവല്ല, നമ്മൾ കൺട്രോൾ ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ മെയിൻ ഫീച്ചറാണ് എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ്സ് ആർ അസൈൻഡ് റാൻഡമായിട്ട് വേണം നമ്മൾ ഇപ്പോൾ എവിടെ ഫെർട്ടിലൈസർ ഇടണം, ഏത് ഫീൽഡിൽ ഫെർട്ടിലൈസർ ഇടണ്ട, അതൊക്കെ നമ്മൾ റാൻഡമായിട്ട് വേണം ഫിക്സ് ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ഇത് തന്നെ, എഫക്റ്റ് ഓഫ് ഫെർട്ടിലൈസർ ഓൺ പ്രൊഡക്ടിവിറ്റി. നെക്സ്റ്റ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇവിടെയും കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് വേരിയബിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. റിയൽ ഇൻസിഡൻസിൽ ഇതിന് കാരണമാണ്. ഓക്കെ, റിയൽ വേൾഡിലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്, നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ലാത്ത. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ കോറിലേഷണൽ റിസർച്ച് ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. കോറിലേഷണലിൻ്റെ എക്സ്പെരിമെൻ്റിൻ്റെ ഒരു നടുക്ക് നിൽക്കുന്ന ഒരു റിസർച്ചാണ് ക്വാസി എക്സ്പെരിമെൻ്റൽ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും റാൻഡമായിട്ടല്ല നമ്മൾ നമ്മുടെ അനാലിസിസ് നടത്തുന്ന ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുന്നതൊക്കെ. ഓക്കെ, എക്സാമ്പിളാണ് എഫക്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് ഓൺ സ്റ്റുഡൻറ്റ് ഓഫ് ABC കോളേജ്. അപ്പം ABC കോളേജിലെ സ്റ്റുഡൻസിന് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് നടത്തി, അത് എഫക്റ്റീവാണോ അല്ലയോ എന്നുള്ള പഠനം നടത്തുവാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നമുക്ക് റാൻഡമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ABC കോളേജിലെ സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പർപ്പസീവായിട്ട് ABC കോളേജിലെ സ്റ്റുഡൻസിനെ നമ്മൾ എടുക്കും. എന്നിട്ട് അവർക്കാണല്ലോ ക്ലാസ് കിട്ടിയത്. അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ക്ലാസ്. അപ്പം അവരുടെ റിപ്ലൈനെ ബേസ് ചെയ്തിട്ട്, സോൺലി അവരുടെ റിപ്ലൈനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അനാലിസിസ് നടത്തണം. അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരെങ്ങനെ റിപ്ലൈ തരും. ഓക്കെ, അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വെച്ച് നമ്മൾ അനാലിസിസ് നടത്തുവാണ്. നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ല ഇത്ര മെയിലേ ഈ കോളേജ് വരാവുള്ളൂ, ഇത്ര ഫീമെയിൽ ഈ കോളേജ് വരാവുള്ളൂ എന്നുള്ള കാര്യം. അല്ലെങ്കിൽ മെയിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഫീമെയിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ നാച്ചുറൽ സെറ്റിങ്ങിൽ ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്.
This research is concerned with qualitative phenomena like human feeling, attitude, etc. നമുക്ക് ചില പല കാര്യങ്ങളെ നമുക്ക് നമ്പേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു കാര്യം നിനക്ക് ഇത്ര ഇഷ്ടമായി, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, എൻ്റെ സന്തോഷം, അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ്, എൻ്റെ ദേഷ്യം, അതൊന്നും നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ ന്യൂമറിക്കലി മെഷർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഐറ്റംസിനെ വെച്ച് നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് വെൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ക്വാണ്ടിഫൈ ദ ഫിനോമിന. നമുക്ക് ആ ഒരു ഫിനോമിനയെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ് നടത്തുന്നത്. ബിഹേവിയറൽ സയൻസ്, ആളുകളുടെ ബിഹേവിയർ പഠിക്കുന്നിടത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്പേഴ്സിലായിരിക്കില്ല ഡേറ്റ, വേർഡ്സോ പിക്ചേഴ്സ് ഒബ്ജക്ട്സ് ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഇത് ഇൻഡക്റ്റീവ് റീസണിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് റീസണിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റാണ് സ്റ്റെപ്സ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സ്റ്റെപ്സ്. ഫസ്റ്റ്, ഐഡൻറ്റിഫൈ എ ജനറൽ റിസർച്ച് ക്വസ്റ്റ്യൻ. ഒരു ജനറൽ ആയിട്ടുള്ള നമ്മൾ എവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ആയ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഓഫ് ട്രൈബ്സിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് മെയിൻ മെത്തേഡ്സ്, സൈറ്റ്സ് ആൻഡ് സബ്ജക്ട്സ് ഫോർ റിസർച്ച്. നമ്മൾ റിസർച്ചിന് ഉപയോഗിക്കേണ്ട മെയിനായിട്ടുള്ള മെത്തേഡ്സ്, പിന്നെ എവിടെയാണ് സൈറ്റ്, ആരെയാണ് പഠിക്കേണ്ടത്, അത് സബ്ജക്റ്റ്, ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? ഡിസൈഡ് വാട്ട് ഓൾ ഡേറ്റ ഈസ് ടു ബി കളക്റ്റഡ്. എന്ത് ഡേറ്റയാണ് കളക്ട് ചെയ്യേണ്ടത് എന്ന് ചൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ക്ലാരിഫൈ യുവർ റോൾ ആസ് എ റിസർച്ചർ. നമ്മൾ ജസ്റ്റ് ചോദ്യം ചോദിച്ച് പോരുവാണോ, അത് നമ്മൾ അവരുടെ കൂടെ ജീവിച്ച് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യണോ, എന്താണ് റിസർച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത്, അതും നമ്മൾ ഡിസൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിക്കൽ ഇംപ്ലിക്കേഷൻസ്, ഇങ്ങനെ നമ്മളൊരു സ്റ്റഡി നടത്തിയാൽ എത്തിക്കലി അല്ലെങ്കിൽ ലീഗലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആ ഫാക്ടറോടെ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഡേറ്റ കളക്ട് ചെയ്യാൻ പോകുന്നത്, എവിടെ വെച്ചാണ്, ആരുടെ അടുത്ത് നിന്നാണ്, എന്തൊക്കെ ഡേറ്റയാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ റിസർച്ചറിൻ്റെ റോൾ ഈ ഡേറ്റ കളക്ഷനിൽ എന്താണ്, എത്തിക്കൽ ഇംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. കളക്ട് ഡേറ്റ അണ്ടിൽ യു ഫൈൻഡ് റിപ്പീറ്റഡ് ഇൻഫർമേഷൻ. റിപ്പീറ്റഡായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ആ ഇൻ്റർപ്രറ്റ് ചെയ്ത ഡേറ്റ വെച്ച് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഹൈപ്പോത്തിസിസ് വരെ ഫോർമുലേറ്റ് ചെയ്താലും ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സ്റ്റെപ്സ് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ബട്ട് കൂടുതൽ റിലയബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഈ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് ശരിയാണോ, ഇപ്പോൾ ഫസ്റ്റ് ഒരു 100 പേരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്ത ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്തത്. അപ്പോൾ വേറെ ഒരു 100 പേരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്താലും ഇതേ ഹൈപ്പോത്തിസിസ് തന്നെ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫൈൻഡിങ്സ് ഒന്നും കൂടെ വെരിഫൈ ചെയ്താൽ നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയി. ഇനി ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തൊക്കെയാണ്? ഹിസ്റ്റോറിക്കൽ, എത്നോഗ്രാഫിക്, നറേറ്റീവ്. ഫസ്റ്റ് തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആ പേരിൽ തന്നെയുണ്ട്. പാസ്റ്റ് ഇവൻറ്റ്സ്, പ്രോബ്ലംസ്, ഇഷ്യൂസ് ആൻഡ് ഫാക്ട്സ് ഇവയൊക്കെ പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിനുള്ള ഡേറ്റ എവിടെ നിന്ന് കിട്ടും? ഒന്നെങ്കിൽ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ ഡിസ്ക്രിപ്ഷൻസ്, അല്ലെങ്കിൽ ആർട്ടിഫാക്ട്സ്, ഇതിൽ നിന്നൊക്കെ ആയിരിക്കും ഹിസ്റ്റോറിക്കൽ റിസർച്ചിനുള്ള ഡേറ്റ കിട്ടുന്നത്. ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലൂടെ എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് എന്തായിരുന്നു അന്ന് നടന്നിരുന്നത് എന്ന് മാത്രം ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസോ മാത്തമാറ്റിക്കൽ ടൂൾസോ ഒന്നുമില്ല. നമ്മൾ ആ ഒരു ഇവൻ്റ് അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ, സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് റെഡിയാക്കുന്നു. നെക്സ്റ്റാണ് എത്നോഗ്രാഫിക് റിസർച്ച്. ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഡെയിലി ലൈഫ്, റിച്വൽസ്, കസ്റ്റംസ് ഇതൊക്കെ അനലൈസ് ചെയ്യുന്ന റിസർച്ചാണ് എത്നോഗ്രാഫിക് റിസർച്ച്. യൂഷ്വലി ഈ ട്രൈബ്സിൻ്റെയൊക്കെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ കൂടെ താമസിച്ച് പഠിക്കുന്നവരുണ്ട്. അതൊക്കെ ആണ് എത്നോഗ്രാഫിക് റിസർച്ചിൽ വരുന്നത്. ഇറ്റ് യൂസ് ഇമേഴ്സീവ് അപ്രോച്ച്. എന്താണ് ഇമേഴ്സീവ് അപ്രോച്ച്? റിസർച്ചർ ഹാഡ് ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്റ്റഡി ആൻഡ് ഒബ്സർവ് എവറിത്തിങ്.
അവിടെ ഏത് കമ്മ്യൂണിറ്റീനെയാണ് അല്ലെങ്കിൽ എന്താണോ പഠിക്കുന്നത് ആ പഠിക്കുന്ന ആ ഒരു സൈറ്റിൽ തന്നെ താമസിച്ച് എല്ലാം ഒബ്സർവ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡേറ്റ കളക്ഷൻ എന്തൊക്കെയായിരിക്കും? ഇൻഫോർമൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻ ആയിരിക്കും മെയിനായിട്ടും ഡേറ്റ കളക്ഷൻ മെത്തേഡ്. ഡേറ്റ അനാലിസിസ് കോഡിംഗ് ആൻഡ് തീമാറ്റിക് അനാലിസിസ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് നറേറ്റീവ് റിസർച്ച്. നറേറ്റീവ് റിസർച്ചിൽ ഒരൊറ്റ ആളെ അയാളുടെ എക്സ്പീരിയൻസ് മാത്രം പഠിക്കുന്നതാണ്. ഇപ്പോൾ പണ്ട് എന്തോ നടന്ന് എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫേമസ് പേഴ്സണാലിറ്റീസ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു നറേഷനിൽ നിന്ന് നമ്മൾ നമ്മുടെ റിസർച്ച് നടത്തുന്നതാണ് നറേറ്റീവ് റിസർച്ച്. ഓക്കെ, ഡേറ്റ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ഇൻഡെപ്ത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരാളുടെ പേഴ്സണൽ ഡയറിയിൽ നിന്നൊക്കെയാണ് നമുക്ക് നറേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യാനുള്ള ഡേറ്റ കിട്ടുന്നത്. റിസർച്ചർ അനലൈസ് നറേറ്റീവ്സ് ഫോർ തീംസ്, പാറ്റേൺ ആൻഡ് സ്ട്രക്ചേഴ്സ്. തീമും പാറ്റേണും സ്ട്രക്ചേഴ്സും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ആൾ പറയുന്ന കാര്യങ്ങൾ പല പല തീമിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നറേറ്റീവ് റിസർച്ച് ചെയ്യും. ഒരു എക്സാമ്പിളാണ് സ്റ്റഡി ഓൺ എക്സ്പീരിയൻസസ് ഓഫ് അമൽ, ആൻ ഓട്ടിസ്റ്റ് സ്റ്റുഡൻറ്റ് ഹു ഫസ്റ്റ് അറ്റൻഡ് ട്രെയിനിങ് പ്രോഗ്രാം ഫ്രം AJNF ലിമിറ്റഡ്. ഒരു കമ്പനി ഓട്ടിസ്റ്റിക് ബാധിച്ച കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പോൾ അമൽ ആദ്യമായിട്ട് ഇവരുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അപ്പം അമലിൽ വന്ന മാറ്റങ്ങൾ അത് അമലിൻ്റെ പേരൻസ് നടത്തുന്ന നറേറ്റീവ്സിൽ നിന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇവരുടെ ഈ ഒരു ട്രെയിനിങ് എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ? നറേറ്റീവ് റിസർച്ച്. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്: ഡിസ്ക്രിപ്റ്റീവ്, എത്നോഗ്രഫിക് ആൻഡ് നറേറ്റീവ്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.